സ്കൂളുകളിൽ എത്തിക്കഴിയുമ്പം കുട്ടികൾ മാത്രം കാണുക, അത്രയേ ഉള്ളൂ. പേരൻസിനെ ഇത്രയും കാണുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. സാധാരണ ഒരു സ്കൂളുകളിലെ പ്രോഗ്രാമുകളിലും പേരൻസിന്റെ പങ്കാളിത്തം ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത. നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധ കാണിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും A+ നേടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. നമ്മുടെ എല്ലാം ചിന്ത ഏതാണ്? നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, നല്ല മാർക്ക് ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആകരുത്. എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുകൾ ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. അവരുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വേണ്ടത്. ഫസ്റ്റ് സപ്പോർട്ട് വേണ്ടത് വീട്ടിൽ നിന്നാണ്. നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും പഠനം മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു. പക്ഷെ ഒരിക്കലും പാടില്ല. നമ്മളെല്ലാവരും നമ്മുടെ തൊട്ടടുത്ത വീടുകളിലെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളെ നിലവാരം നോക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഡോക്ടറായാൽ എൻ്റെ കുട്ടിയും ഡോക്ടറാകണം. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എഞ്ചിനീയർ ആണെങ്കിൽ എൻ്റെ കുട്ടിയും എഞ്ചിനീയർ ആകണം. പക്ഷെ ചിലർക്കുണ്ട്, എനിക്കാകാൻ സാധിക്കാഞ്ഞത് എൻ്റെ മക്കളിലൂടെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയുണ്ട്. അത് മോശമെന്നല്ല. പക്ഷെ ആ കുട്ടികൾക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടം നോക്കിയിട്ട് സയൻസ് സബ്ജക്റ്റ് എടുക്കും. പക്ഷേ സയൻസ് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അവരൊരു ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കൊമേഴ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ആ കുട്ടികൾ കൊമേഴ്സിലേക്ക് വന്ന് അക്കൗണ്ടിങ്ങിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ ഇതിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എന്നെ കൊണ്ടൊന്നും ജീവിതത്തിൽ ഒരിക്കലും സയൻസ് പഠിക്കാൻ ഒക്കില്ല എന്ന് ഉറപ്പിച്ച ഒരാളാണ് ഞാൻ കൊമേഴ്സിലേക്ക് പോയ ഒരാളാണ്. പക്ഷെ പഠനത്തിൽ ഭയങ്കര മുന്നിലല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ആവറേജ് രീതിയിൽ പോകാൻ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് പ്രയോറിറ്റി കിട്ടിയത് സ്പോർട്സിലാണ്. ആ സ്പോർട്സിലേക്ക് പോയത് കൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് യൂണിഫോം കിട്ടിയതെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് എക്സാം എഴുതുന്നതിന് ഗ്രേസ് മാർക്കുകൾ ലഭിച്ചത് സ്പോർട്സിൽ നിന്നാണ്, പഠനത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതല്ല. പക്ഷേ എൻ്റെ കഴിവുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നത് ആ സ്പോർട്സിലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, ചിലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുകളായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുകളായിരിക്കും. അത് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാതെ അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം അവരുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം.